ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGP അജിത് കുമാറിനെയും സംരക്ഷിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഭയന്നിട്ടാണോ അവരെ? എനിക്കിന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, 2023 മെയ് 20 മുതൽ 22 വരെ തൃശ്ശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് RSSന്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു. ആ RSSന്റെ ക്യാമ്പിൽ അവരുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല പങ്കെടുത്തിരുന്നു. ആ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ ADGP ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള അജിത് കുമാറിനെ പറഞ്ഞയച്ചിരുന്നു. അതാണ് ചോദ്യം. 2023 മെയ് 20 മുതൽ 22 വരെ പാറമേക്കാവ് വിദ്യാമന്ദിർ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ, അതായത് ഹോട്ടൽ ഹയാത്തിൽ സ്വന്തം ഔദ്യോഗിക വാഹനം ഇട്ടിട്ട് മറ്റൊരു സ്വകാര്യ കാറിലാണ് ഈ ADGP ഇദ്ദേഹത്തെ കാണാൻ പോയത്, ദത്താത്രേയ ഹൊസബലയെ കാണാൻ പോയത്. 1 മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചു. മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് ADGP ലോ ആൻഡ് ഓർഡർ വഴി RSS ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചത്? ഏത് വിഷയം തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്? എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ പോലീസിലെ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് അയച്ചത്? അതിന് കേരളത്തിലെ ഒരു RSS നേതാവ്, തിരുവനന്തപുരത്തുള്ള ഒരു RSS നേതാവ് കൂടി അതിന് ഇടനിലക്കാരനായിരുന്നു. മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാണ്, എന്തിനാണ് മുഖ്യമന്ത്രി വിട്ടത്? ആ ബന്ധമാണ് തൃശ്ശൂരിൽ പിന്നീട് തുടർന്നത്. ഇപ്പം തൃശ്ശൂർ പൂരം കലക്കിയെന്നുള്ള BJPയെ ജയിപ്പിക്കാൻ തൃശ്ശൂർ പൂരം പോലീസ് കലക്കിയെന്നുള്ള ഗുരുതരമായ ആരോപണം വന്നു. അപ്പം എന്തായിരുന്നു പ്രതിരോധം ഇടതുപക്ഷത്തിൻ്റെ? തൃശ്ശൂരിലെ പോലീസ് കമ്മീഷണർ അഴിഞ്ഞാടിയത് എപ്പോൾ മുതൽ? രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം 7 മണി വരെ അഴിഞ്ഞാടുകയാണ് ഒരു ഉദ്യോഗസ്ഥൻ. ഈ കമ്മീഷണർ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു, തൃശ്ശൂർ പൂരം കലക്കിയിൽ. ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ തൃശ്ശൂരിൽ അതിൻ്റെ മീതെയുള്ള ഉദ്യോഗസ്ഥൻ ഈ ADGP അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എൻ്റെ ഇടപെട്ടില്ല. ഒരു കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ അതിൻ്റെ മീതെയുള്ള ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം പോലുള്ള പരിപാടിയിൽ DGP മുതൽ ഇടപെടും. പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അവിടെ എന്താ നടക്കുന്നതെന്ന്. കാരണം അത്രയും വലിയ ആൾക്കൂട്ടവും അത്രയും വലിയ ചടങ്ങുമാണ് നടക്കുന്നത്. അപ്പോൾ ഈ രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം 7 മണി വരെ കമ്മീഷണർ കുഴപ്പമുണ്ടാക്കിയെങ്കിൽ ആ കമ്മീഷണറെ നിയന്ത്രിക്കേണ്ടിയിരുന്ന ഈ ADGP അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇടപെട്ടില്ല? അപ്പോൾ തൃശ്ശൂർ പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് കലക്കിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ADGP-ക്കാർ. അതുകൊണ്ടാണ് ഇത്രയും കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരി മരുന്ന് ഏർപ്പാട് തുടങ്ങിയ കൈക്കൂലി, കോഴ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും ADGP അജിത് കുമാറിനെയും അയാൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഈ RSS ബന്ധമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും ഈ സംഘപരിവാറുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഒരു അൺഹോളി നെക്സസ്, അവിഹിതമായ ബാന്ധവം നേരത്തെ മുതലുണ്ട്. അതൊന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്. തൃശ്ശൂരിൽ BJPയെ ജയിപ്പിക്കാൻ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്, വ്യക്തമായിരിക്കുകയാണ്. ഇത് പറയട്ടെ മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്നോ, മുഖ്യമന്ത്രി ഇയാളെ പറഞ്ഞയച്ചില്ലെന്നോ പറയട്ടെ, ഇയാൾ പോയിട്ടില്ലെന്ന് പറയട്ടെ. CCTV ക്യാമറയിലുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ട്, അന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും പോയിട്ടുണ്ടെന്ന്. വേണമെങ്കിൽ ഞാൻ സംസാരിച്ച ഡേറ്റ് കൂടി പിന്നെ പറഞ്ഞുതരാം. കണ്ടിട്ടുണ്ട്, അവിടെ പോയി കണ്ടിട്ടുണ്ട്. 1 മണിക്കൂറായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ. അതല്ല അത് പിന്നീടല്ല, അത് ഈ വർഷമാണ്. ഉറപ്പല്ലേ? അല്ലെങ്കിൽ ഒരു കീഴുദ്യോഗസ്ഥൻ അഴിഞ്ഞാടി എന്നാണെന്ന് പറഞ്ഞത്. ഞാൻ ആ വാക്കാണ് ആവർത്തിച്ചത്. ഡിഫൻസ് ആയിരുന്നു, LDFന്റെ ഡിഫൻസ് ആയിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അഴിഞ്ഞാടി, അതുകൊണ്ടാണ്
ഇയാൾ അഴിഞ്ഞാട്ടം രാവിലെ മണത്തിവരവ് തുടങ്ങിയപ്പോൾ തൊട്ട് 11 മണിക്ക് തുടങ്ങുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ എങ്ങനെ അഴിഞ്ഞാടണം ഒരാൾ? അയാളുടെ തലയ്ക്ക് മീതെയുള്ള ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ട്, തൃശ്ശൂരുണ്ട്. ഇപ്പൊ ഭയങ്കര പ്ലാൻഡാണ്, ആസൂത്രണം ചെയ്ത് തൃശ്ശൂർ പൂരം കലക്കാണ്. ഈ ADGP ലോ ആൻഡ് ഓർഡർ തൃശ്ശൂരിൽ നിന്നിട്ട് അത് കലക്കാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ആവശ്യം പൂരം കലക്കി അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് മകൾക്കെതിരായ SFI അന്വേഷണം നിർത്തണം. എല്ലാം ആ ആരോപണം ഉൾപ്പെടെ, കരുവന്നൂർ ബാങ്കിലുള്ള ആരോപണം ഉൾപ്പെടെ. ഇപ്പം നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങൾ പറഞ്ഞു, എന്നോടന്ന് ചോദിച്ചു ED പിടിമുറുക്കിയെ കണ്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറയും ED പിടിമുറുക്കിയത് CPM നേതാക്കന്മാരുടെ കഴുത്തിലാണ്. എല്ലാവരെയും വിളിച്ചു വരുത്തി, അറസ്റ്റ് ചെയ്യില്ല, പിറ്റേ ആഴ്ച വരാൻ പറയും, പറഞ്ഞു വിടും. ഡെമോക്രേസിന്റെ വാള് പോലെ അറസ്റ്റ് ഭീഷണി നിർത്തി. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ് അവർ ജയിച്ചു, ഇവർക്കൊന്നും പ്രവർത്തിക്കാൻ പോലും പറ്റിയില്ല. CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് ഇലക്ഷൻ കഴിഞ്ഞ് അവർ ജയിച്ചു. ഇപ്പൊ ED എവിടെ? EDയുടെ PD എവിടെ? പിടിമുറുക്കിയ കൈ ഇപ്പോൾ എവിടെ പോയി? ഒരു അന്വേഷണമില്ലല്ലോ കരുവന്നൂരിൽ. നിങ്ങൾ തന്നെ ഇതൊക്കെ ഞങ്ങൾ അന്ന് മുൻകൂട്ടി പറഞ്ഞ കാര്യമാണ്. തൃശ്ശൂർ പൂരം കലക്കിയപ്പോൾ പറഞ്ഞ, ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞാണ്, തൃശ്ശൂർ പൂരം കലക്കി ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കിയിട്ടാണ് BJP ജയിപ്പിക്കുന്നത്. ഭയങ്കരമായിരുന്നു അതിൻ്റെ റിയാക്ഷൻ. വളരെ പ്ലാൻഡായിട്ട് BJPയും CPM കൂടി ആസൂത്രണം ചെയ്ത അന്നത്തെ കൂടിക്കാഴ്ച ഈ സെൻട്രൽ ഏജൻസീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പല കേസുകളെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ്. അതാണ് ഇടനിലക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്കെതിരായിട്ട് സ്വപ്ന സുരേഷ് ഒരു മൊഴി കൊടുത്ത സമയത്ത് ആ സ്വപ്ന സുരേഷിന്റെ സഹായിയെ തട്ടിക്കൊണ്ടുപോയില്ലേ? അതാരാ? അതിന്റെ പേരിലല്ലേ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? എന്നിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ പോസ്റ്റിൽ കൊണ്ടിരുത്തിയില്ലേ? അപ്പോൾ നിയമപരമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പലതും ചെയ്യിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. DGP ഉണ്ട്, പാവം. താഴെയുള്ള സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണ്. SP-ക്കെതിരെ ആരോപണം വന്ന് അന്വേഷിക്കണതേ SI. എങ്ങനെ ഉണ്ടാവും? SI SP-ക്കെതിരെ അന്വേഷിച്ച അതുപോലെയാണ് അന്വേഷിക്കുന്നത്. അപ്പൊ ഇത് ചോദിച്ചോ, ഇത് എന്താണ്, എന്ത് ഇടപാടാണ് ഈ സംഘപരിവാർ നേതൃത്വവും CPM നേതൃത്വവും തമ്മിലുള്ളത്? ഞങ്ങൾ ചോദിച്ചല്ലേ. ഇപ്പൊ ജാവദേക്കറെ കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഇയാളെ പുറത്താക്കിയത്, EP ജയരാജനെ. ഞാൻ 5-6 പ്രാവശ്യം ജാവദേക്കറെ കണ്ടെന്ന് മുഖ്യമന്ത്രി ഇലക്ഷൻ എന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനാണ് ജാവദേക്കറെ 5-6 പ്രാവശ്യം കാണുന്നത്? എന്തിനാ കാണുന്നത്? ജാവദേക്കർ കേന്ദ്രമന്ത്രിയല്ല, കേരളത്തിലെ BJPയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഭാരിയെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ എന്തിന് 5-6 പ്രാവശ്യം കാണണം? മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയി കണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആവശ്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഹയാത്തിൽ ഉപയോഗിച്ച് ഹോട്ടൽ ഹയാത്തിൽ അവിടെ നിർത്തിയിട്ടാണ് അവിടെ നിന്ന് വേറെ സ്വകാര്യ കാറിൽ പോയി കണ്ടത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ. അതെ, ഒറ്റയ്ക്കായിരുന്നു, അദ്ദേഹം മാത്രം.